ഇറാൻ ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടുന്നത് UAE. ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടുന്നത് തങ്ങളെയാണെങ്കിലും പ്രതിരോധിക്കാനുള്ള കഴിവ് രാജ്യം തെളിയിച്ചതായി UAE പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവും നയതന്ത്രജ്ഞനുമായ അൻവർ ഗർഗാഷ് അറിയിച്ചു. ലബനനിലെ വെടിനിർത്തൽ തീരുമാനത്തെയും UAE, കുവൈറ്റ് എന്നീ രാജ്യങ്ങൾ സ്വാഗതം ചെയ്തു. അതത് രാജ്യങ്ങളിലെ ഔദ്യോഗിക ഏജൻസികൾ നൽകുന്ന വാർത്തകൾ മാത്രമാണ് ഇവിടെ നൽകുന്നത്. ഇതിൽ ഊഹാപോഹങ്ങളില്ല, ആവേശമില്ല, തികച്ചും ആധികാരികമായ വാർത്തകൾ മാത്രം. UAE സൈബർ സുരക്ഷാ മുന്നറിയിപ്പ്. അനാവശ്യമായ ഫയലുകളും ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷനുകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഡിജിറ്റൽ ഉപകരണങ്ങളിൽ സൈബർ അപകട സാധ്യതകൾ ഏറെയുണ്ടെന്നാണ് UAE സൈബർ സുരക്ഷാ കൗൺസിൽ മുന്നറിയിപ്പ് നൽകുന്നത്. ശ്രദ്ധിക്കപ്പെടാതെയുള്ള ആപ്ലിക്കേഷനുകളിലും ഡിജിറ്റൽ ക്ലട്ടറുകളിലും വൈറസുകൾ കയറാൻ സാധ്യതയുണ്ടെന്നും കൗൺസിൽ വ്യക്തമാക്കി. അപകട സാധ്യത കുറയ്ക്കുന്നതിനും വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും ഡാറ്റ സംരക്ഷിക്കുന്നതിനുമായി കൃത്യമായ ആൻറ്റിവൈറസുകൾ ഉപയോഗിക്കണമെന്നും ഉപകരണങ്ങൾ പതിവായി സ്കാൻ ചെയ്യണമെന്നുമാണ് അധികൃതർ നിർദ്ദേശിക്കുന്നത്. UAE നികുതി പിഴകളിൽ മാറ്റം. പിഴകൾ വെട്ടിക്കുറച്ചും ലംഘനങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി പരിഷ്കരിച്ചുമുള്ള മാറ്റമാണ് ഫെഡറൽ ടാക്സ് അതോറിറ്റി പ്രഖ്യാപിച്ചത്. ഇതനുസരിച്ച് നികുതി സംബന്ധമായ രേഖകൾ ആവശ്യപ്പെടുമ്പോൾ അറബിയിൽ സമർപ്പിക്കുന്നതിൽ പരാജയപ്പെടുന്നതിനുള്ള പിഴ 20,000 ദിർഹത്തിൽ നിന്ന് 5,000 ദിർഹമായി കുറച്ചിട്ടുണ്ട്. നികുതി രേഖകൾ അപ്ഡേറ്റ് ചെയ്യുന്നതിലെ കാലതാമസവുമായി ബന്ധപ്പെട്ട പിഴ ഓരോ നിയമലംഘനത്തിലും നേരത്തെ 5,000 ദിർഹമായിരുന്നത് ഇപ്പോൾ 1,000 ദിർഹമായി കുറച്ചു. 2 വർഷത്തിനുള്ളിൽ ഇതേ ലംഘനം ആവർത്തിച്ചാൽ പിഴ 5,000 ദിർഹമായി ഉയരും. നേരത്തെ ഇത് 10,000 ദിർഹമായിരുന്നു. ലബനനുമായി 10 ദിവസത്തെ വെടിനിർത്തലിന് ധാരണ. ഇക്കാര്യത്തിൽ ധാരണയായതായി അമേരിക്കയും ഇസ്രയേലും അറിയിച്ചു. ചരിത്ര ദിനമാണിതെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനെ വിശേഷിപ്പിച്ചത്. മിഡിൽ ഈസ്റ്റിലെ പിടിച്ചുലച്ച യുദ്ധം ഉടൻ അവസാനിക്കുമെന്നും ഇറാനുമായി ഉടൻ സമാധാന കരാറിൽ എത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇസ്രായേൽ പ്രസിഡന്റ് ഔണിനെയും പ്രധാനമന്ത്രി നെതന്യാഹുവിനെയും ചർച്ചകൾക്കായി വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിച്ചതായും ട്രംപ് അറിയിച്ചു. UAE നേരിയ മഴയ്ക്ക് സാധ്യത. പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലും ദ്വീപുകളിലുമാണ് നേരിയ മഴ പ്രതീക്ഷിക്കുന്നത്. ആകാശം ഭാഗികമായി മേഘാവൃതമാണ്. അതേസമയം താപനിലയിൽ നേരിയ തോതിൽ ഉയരുമെന്നാണ് റിപ്പോർട്ട്. സൗദി അറേബ്യയിൽ വാഹനാപകടത്തിൽ കൊല്ലം സ്വദേശി മരിച്ചു. തട്ടാമല സജി മനസ്സിലിൽ സജീവ് ആണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. ജോലിസ്ഥലത്ത് നിന്നും നമസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകാൻ റോഡ് മുറിച്ച് കടക്കവേ അതിവേഗത്തിലെത്തിയ വാഹനം ഇടിക്കുകയായിരുന്നു. അൽബഹ മഫ്രക് ബീദയിൽ മോട്ടോർ വൈൻഡിംഗ് കട നടത്തുകയായിരുന്നു. ഡമാക്കിൽസിലെ എംപോറിയ സ്പോർട്സ് അക്കാദമിയിൽ നടക്കുന്ന സേഫ് കെയർ മുഖ്യ പ്രായോജകരായ D2 കേരള പ്രീമിയർ ലീഗിൽ 1ാം പാദ മത്സരങ്ങൾ പിന്നിടുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടി നിള നൈറ്റ് റൈഡേഴ്സ് മുന്നിലെത്തി. ഇതുവരെയുള്ള കളികളിൽ 8 പോയിന്റുമായി നിള മുന്നിലെത്തിയപ്പോൾ 6.5 പോയിന്റുമായി ചിന്ന ചീറ്റാസും 3.5 പോയിന്റുമായി വാഴ്ചാൽ വൈപ്പേഴ്സുമാണ് യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങളിൽ.